കർശന സുരക്ഷാ വലയത്തിലാണ് അയോധ്യ നഗരം ഇപ്പോഴുള്ളത്. അയോധ്യയിൽ സരയൂ ആരതി നടന്നു. ദൃശ്യങ്ങളിലേക്ക്. സരയൂ ആരതിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അയോധ്യ നഗരവും ക്ഷേത്രവും എല്ലാം ദീപാലങ്കൃതമായി ഇങ്ങനെ മനോഹരമായി നിൽക്കുകയാണ്. അനൂപ് ദാസ് അയോധ്യയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, നാളെയാണ് പ്രാണപ്രതിഷ്ഠ. കാലങ്ങളായി കാത്തിരിക്കുന്ന നിമിഷമാണ്. അങ്ങോട്ടേക്ക് ആളുകൾ ഇപ്പോൾ കൃത്യമായ ക്ഷണം ഉള്ളവരൊക്കെ എത്താമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അനൂപൊക്കെ തന്നെ നേരത്തെ പറയുന്നതനുസരിച്ച് ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയും വലിയ തിരക്കിനെ അവിടെ നിയന്ത്രിക്കുന്നത്? ഈ അവസാനവട്ട എന്തെങ്കിലും ഒരുക്കങ്ങൾ കൂടി ബാക്കിയുണ്ടോ? കേൾക്കാമോ? എന്ന് തന്നെ പറയാം. ക്ഷേത്രത്തിലേക്കുള്ള കവാടം മുതൽ അങ്ങോട്ട് പൂർണ്ണമായി പൂക്കൾ വിരിച്ച് ആളുകളെ സ്വാഗതം ചെയ്തതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും കാണാം. ഇപ്പോൾ നോക്കൂ, രാംപഥാണിത്, ക്ഷേത്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട പാത. ഇതുവഴി ആളുകൾ നൂറുകണക്കിന് പേർ കഴിഞ്ഞ മണിക്കൂറുകളായി ക്ഷേത്രത്തിന് സമീപത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇവരൊന്നും ക്ഷണിക്കപ്പെട്ടവരല്ല. 8000 പേർക്കാണ് ക്ഷണമുള്ളത്. അതിന് പുറമെ 10,000 കണക്കിന് പേർ ഇവിടെ നാളെ എത്തും എന്നാണ് ക്ഷേത്ര ട്രസ്റ്റും UP സർക്കാരും പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, ക്ഷേത്രത്തിലേക്ക് പോയി ദർശനം നടത്താനൊന്നും കഴിയില്ല ഇന്ന് ആളുകൾക്ക്. എങ്കിലും ആളുകൾ ക്ഷേത്രത്തിന് സമീപത്തേക്ക് പോയി അവിടെ നിന്ന് ഉള്ളിൽ കയറാൻ കഴിയില്ല എങ്കിൽ കൂടി അല്പസമയം അവിടെ ചിലവഴിച്ച് തിരിച്ചു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ പക്ഷേ ഈ റോഡിലൊന്നും ആരെയും അനുവദിക്കില്ല. മുഴുവൻ ഇടങ്ങളും പോലീസും ഒപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗവും ഏറ്റെടുക്കും. ഇതുവഴി വളരെ പ്രധാനപ്പെട്ട ക്ഷണിക്കപ്പെട്ട 8000 അതിഥികൾക്ക് വരാനുള്ള ഇടമാക്കി മാത്രം ഇതിനെ മാറ്റും. കേരളത്തിൽ നിന്ന് PT ഉഷ, ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് രജനീകാന്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് ക്ഷണമുണ്ട്. അവരെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. അതിനും പുറമെയുള്ള ആളുകളാണ് ഇപ്പോൾ നമുക്ക് ഈ കാഴ്ചകളിൽ കാണുന്നത്. എന്തായാലും പ്രാണപ്രതിഷ്ഠയ്ക്ക് അയോധ്യ ഒരുങ്ങുമ്പോൾ ആയിരക്കണക്കിന് പേർ ഇവിടെ ആ മുഹൂർത്തത്തിന് സാക്ഷിയാവാനുണ്ടാവും. അനൂപാണ് അയോധ്യയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഈ രാത്രിയിലും ആളുകളുടെ വലിയ ഒഴുക്കാണ് അങ്ങോട്ടേക്കുള്ളത്. നാളെയാണ് പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി, സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ പൂർത്തിയാക്കി അയോധ്യ നഗരി കാത്തിരിക്കുകയാണ്.